റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് A.N. പട്ടേരി എഴുതിയ ജസ്റ്റിസ് ഈസ് ഡൺ എന്ന പുസ്തകത്തിലെ ഒരു ചെറുകഥയായ ബാല്യകാലസഖി. നമ്മുടെ നോവലുകൾ സ്ഥിരമായി കേൾക്കാറുള്ള, സ്ഥിരമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുള്ള A.N. പട്ടേരി തന്നെയാണ് ഈ കഥയുടെ രചയിതാവ്. ഒരു മധ്യവേനൽ അവധിക്കാലം. കൊല്ലപരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ നിന്നും വിജയശ്രീ ലാളിതനായി 9ലേക്ക് കയറുമോ അതോ സമനില പിടിച്ച് ഇരിക്കുന്ന ബെഞ്ചിൽ തന്നെ തുടരുമോ എന്ന് പട്ടു തീർച്ചയാക്കിയിട്ടില്ല. ഒരു വലിയ റബ്ബർ തോട്ടത്തിനടുത്താണ് പട്ടുവിന്റെ വീട്. 105 വളർന്നു നിൽക്കുന്ന ആ മലഞ്ചെരിവ് വന്നു നിൽക്കുന്നത് പട്ടണത്തിലേക്കുള്ള വഴിവെക്കിലാണ്. സമയം രാവിലെ 8 മണി. പത്രം വന്നു. പട്ടു ഹെഡിങ്ങിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ഗുണമുള്ള വാർത്തകളൊന്നുമില്ല. സാധാരണ സ്കൂൾ അവധി വല്ലതുമുണ്ടോ എന്നറിയാൻ മാത്രമേ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വായിക്കാറുള്ളൂ. ഇപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. തുടർന്ന് എല്ലാ അഭ്യസ്തവിദ്യരെയും പോലെ പട്ടു എഡിറ്റോറിയൽ പേജിലേക്ക് കടന്നു. 4ാം പേജിലാണ് എഡിറ്റോറിയൽ. അത് വായിക്കാറില്ല. അതിന്റെ കീഴെയാണ് ഫാൻഡം. 4 ബോക്സ് ചിത്രകഥ 2-3 ആവർത്തി വായിച്ചു. ഇംഗ്ലീഷിലാ ഫാൻഡം സംസാരിക്കുന്നത്. ഒന്നും മനസ്സിലായില്ല. ഇത്തവണ ഫാൻഡത്തിന്റെ കൂടെ ജട്ടിയിട്ട് ഇംഗ്ലീഷും പറഞ്ഞു നടക്കുന്ന ഭാര്യയുമുണ്ട്. പേര് ഡയാന. ഫാൻഡം എന്നത്തെയും പോലെ ജട്ടിപ്പുറത്ത് തന്നെ. വേറെ വിശേഷമൊന്നുമില്ല. പട്ടു പത്രം മടക്കി വെച്ചു. എടാ, വന്ന് കാപ്പി കുടിച്ചിട്ട് പറമ്പിൽ പോയി വിറക് വല്ലം വീണു കിടപ്പുണ്ടേ പെറുക്കിക്കൊണ്ടുവാ. അടുക്കളയിൽ നിന്നും അമ്മയാണ്. ഇവിടെ കാപ്പികുടി എന്ന് പറഞ്ഞ ചായയും പലഹാരം കഴിക്കലാണ്, അല്ലാതെ വെറും കാപ്പിയല്ല. ഇന്ന് കാപ്പി കുടിക്ക് ചായയുടെ കൂടെ പുട്ടും പഴവുമുണ്ട്. ചമ്രം പടിഞ്ഞിരുന്ന് 2 കുറ്റി പുട്ടു തീർക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഇനിയും ബുദ്ധിമുട്ടാൻ അവൻ തയ്യാറായിരുന്നുവെങ്കിലും അമ്മ അവനെ അധികം ബുദ്ധിമുട്ടിച്ചില്ല. അവർ മകനെ ഉന്തിത്തള്ളി വിറക് പെറുക്കാൻ അയച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് സൈക്കിളും എടുത്ത് കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് റബ്ബർ തോട്ടത്തിനുള്ളിൽ എന്തോ ആൾപെരുമാറ്റം പട്ടുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. റബ്ബർ മരത്തിന് തുരിശു തളിക്കുകയാണ്. മരുന്നടി എന്നും പറയും. എന്നാ പിന്നെ കുറച്ചു നേരം മരുന്നടി പ്രക്രിയ കണ്ടുകളയാം. വിറകിന്റെ കാര്യം അവൻ മറന്നുപോയി. സൈക്കിൾ മെഷീൻ പുരയുടെ ഓരത്ത് വെച്ചിട്ട് പട്ടു മരുന്ന് പമ്പ് ചെയ്യുന്നിടത്തേക്ക് നടന്നു. മമ്മൂട്ടിയാണ് മരുന്നടിക്കുന്നത്. അയാൾ അടുത്ത് വന്ന് കുശലാന്വേഷണം നടത്തി. അച്ഛന്റെ സുഹൃത്താണ്. കുറെ നേരം മരുന്നടി കണ്ടു നിന്ന് മടുത്തപ്പോ പട്ടു തിരിച്ച് മിഷൻപുരയിലേക്ക് നടന്നു. അവിടെ ഇരുന്ന് കാറ്റും കൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തരത്തിനിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഒരു കെട്ട് ബീഡിയും തീപ്പെട്ടിയും കണ്ണിൽപ്പെട്ടത്. റൗണ്ടിൽ പുകവിടുന്നത് ഉൾപ്പെടെയുള്ള കട്ടൻ ബീഡിയുടെ അനന്ത സാധ്യതകളെ പറ്റി സുന്ദരം പറഞ്ഞിട്ടുള്ളത് പട്ടുവിന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു. അവൻ ചുറ്റും നോക്കി. ആരുമില്ല. ബീഡികെട്ടിൽ നിന്ന് ഒന്ന് വലിച്ചൂരിയെടുത്ത് ചുണ്ടത്ത് വെച്ച് തീ കൊളുത്തി ആഞ്ഞു വലിച്ചു. സുന്ദരം പറഞ്ഞത് ശരിയായിരുന്നു. ഒറ്റ വലിക്ക് തന്നെ പട്ടുവിന്റെ ആസനത്തിൽ കൂടി വരെ പുക പുറത്തു വന്നു. പട്ടു ചുമയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാ നിർത്താനാവാത്ത ചുമ. കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് കാഴ്ച മറയുന്നുണ്ട്. പെട്ടെന്ന് ആരോ തൊട്ടടുത്തുകൂടി മിന്നി മറിഞ്ഞതായി പട്ടുവിന് തോന്നി. അപ്പൊ ഇതാണല്ലേ പരിപാടി? ഒരു കിളിനാദം പിന്നിൽ നിന്നാണ്. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരു പെൺകുട്ടി. പാവാടയും ബ്ലൗസും വേഷം. 2 കൈയും എളിയിൽ കുത്തി അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആരടി നീ? നിനക്ക് ഇവിടെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണമെന്ന് പട്ടുവിനുണ്ട്. എന്നാ ചുമ സമ്മതിക്കുന്നില്ല. പെണ്ണ് പെട്ടെന്ന് അവന് ചുറ്റും കറങ്ങി അടിച്ചു വന്ന് ബീഡിയും തീപ്പെട്ടിയും ചാടിയെടുത്തു. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും, അവൾ പറഞ്ഞു. ഡയലോഗ് കേട്ടതും പട്ടുവിന്റെ ചുമ നിന്നു. പട്ടു അവളെ അടിമുടി നോക്കി. ബീഡിയും തീപ്പെട്ടിയും അവൻ തട്ടിപ്പറിക്കാതിരിക്കാൻ പിറകിൽ ചുരുട്ടി പിടിച്ചു നിൽക്കുകയാണ് അവൾ. സംഗതി പാന്തികേടാണ്. അവൻ ഇടംവലം നോക്കാതെ സൈക്കിളും എടുത്ത് തോട്ടത്തിൽ നിന്നും പുറത്തു ചാടി. പട്ടുവിന്റെ പരക്കം പാച്ചിൽ കണ്ടിട്ട് പിന്നിൽ നിന്നും നിർത്താതെ പൊട്ടിച്ചിരി ഉയർന്നുണ്ടായിരുന്നു. ആരാണിവൾ? വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി സുന്ദരനെ കണ്ട് മിഷൻപുരയിൽ വെച്ച് കണ്ട പെണ്ണ് ഏതാണെന്ന് അന്വേഷിച്ചു. സുന്ദരനാണെങ്കിൽ നാട്ടിലെ സർവത്ര പെൺപിള്ളേരുടെയും ഡീറ്റെയിൽസ് അറിയാം. പട്ടു പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് സുന്ദരൻ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. മമ്മൂട്ടിയുടെ മകളാണ് സാധനം. 8ാം ക്ലാസ് പഠിക്കുന്നു.
ലൈല എന്നോ ശൈല എന്നോ മറ്റാണ് പേര്. കാഞ്ഞ വിത്താണ്, നീ സൂക്ഷിക്കണം, സുന്ദരം പറഞ്ഞു. പട്ടു ചിന്താകുലനായി. ബീഡി സംബന്ധമായ വിവാദം അച്ഛന്റെ അടുത്തെത്തിയ രണ്ടെണ്ണം കിട്ടാനുള്ള സാധ്യത മനസ്സിൽ തെളിഞ്ഞു. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുമുട്ടി കോംപ്രമൈസിലെത്തിയില്ലെങ്കിൽ പന്തികേടാവും, സുന്ദരൻ അവനെ ഉപദേശിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ മരുന്നടിക്കാൻ തോട്ടത്തിലെത്തിയോന്ന് പട്ടു വീട്ടിൽ നിന്ന് എത്തി നോക്കി. മമ്മൂട്ടിയും ടീമും ജോലി തുടങ്ങിയിട്ട് കുറെ നേരമായി. മകള് എന്തോ തിന്നുകൊണ്ട് അതിലെയും ഇതിലെയും നടപ്പുണ്ട്. ഉച്ച കഴിഞ്ഞ് കുറച്ച് ധൈര്യം സംഭരിച്ച് പട്ടു അവളെ കണ്ട് സംസാരിക്കാൻ പുറപ്പെട്ടു. ശൈല മിഷ്യമ്പുരയിൽ ഇരിപ്പുണ്ട്. ഇപ്പോഴാണ് പട്ടു അവളെ വിശദമായി ശ്രദ്ധിക്കുന്നത്. ഇതിനു മുന്നേ കണ്ടിട്ടില്ല. 10-14 വയസ്സ് കാണും. കാണാൻ തരക്കെടില്ല. വെളുത്ത നിറം, ഉണ്ട കണ്ണ്, പൂക്കളുള്ള പാവാടയും ബ്ലൗസും വേഷം. പാവാട മുട്ടിന് താഴെ എത്തി നിൽക്കുന്നു. തലയിൽ ഒരു തുണി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാറ്റ് തിളകുന്നത് കാണാൻ നല്ല രസം. കാലിലണിഞ്ഞിരിക്കുന്ന വെള്ളിപ്പാദസരവും കിലുക്കിക്കൊണ്ട് മിഷ്യമ്പുറയുടെ അരമതിലിൽ കയറിയിരുന്ന് കാല് ആട്ടിക്കൊണ്ടിരിപ്പാണ്. രാവിലെ തുടങ്ങിയ തീറ്റ അവള് നിർത്തിയിട്ടില്ല. കൊപ്രയാട്ടുന്ന ചക്ക് പോലെ അത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ പേരക്കായാണ് അകത്തേക്ക് വിടുന്നത്. ഉം ചോദ്യഭാവത്തിൽ അവൾ നോക്കി. ആമ്പിള്ളേരെ തീരെ ബഹുമാനമില്ലാത്ത വർഗമാണ് തോന്നുന്നു. അവന്റെ മുക്കാൽ പങ്ക് ധൈര്യം ചോർന്നു പോയി. ഉം പട്ടു നിന്ന് പരുങ്ങി. ഇന്നലത്തെ ബീഡി തപ്പി വന്നതായിരിക്കും അല്ലേ? ശവത്തിൽ കുത്തുന്നത് മാതിരി അവൾ ചോദിച്ചു. തങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പട്ടു ചുറ്റുപാട് നോക്കി. ആശ്വാസം, ആരുമില്ല. അതേ, ഇന്നലത്തെ കാര്യം ആരോടും പറയാതിരുന്നാലേ ഒരു സൂത്രം തരാം, നിക്കറിന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ശൈല അരമതിലിൽ നിന്നും ചാടിയിറങ്ങി. പോക്കറ്റിൽ നിന്ന് കൈ നിറയെ ഈത്തപ്പഴം എടുത്ത് പട്ടു അവൾക്ക് നേരെ നീട്ടി. കുംഭഭരണിക്ക് പോയപ്പോ അവൻ അച്ഛൻ വാങ്ങിക്കൊടുത്താണ്. ഒരു വലിയ പാത്രം നിറയെ വീട്ടിലിരിപ്പുണ്ട്. ഈന്തപ്പഴം കണ്ടതും ശൈല പാതി തിന്നു തീർത്ത പേരയ്ക്ക ദൂരെ എറിഞ്ഞു. ഇപ്പോ രണ്ടുപേരും മിഷ്യമ്പുരയുടെ വരാന്തയിലിരുന്ന് ഈന്തപ്പഴവും തിന്നുകൊണ്ട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഭയപ്പെട്ടതുപോലെ ഇവൾ അത്ര വലിയ പുള്ളിയൊന്നുമല്ലെന്ന് പട്ടുവിന് മനസ്സിലായി. ശൈല ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതാണ് അവൻ ഇതിനു മുന്നേ അവളെ കാണാതിരുന്നത്. രണ്ടുപേരുടെയും സ്കൂളുകൾ തെരുവിന്റെ രണ്ടറ്റങ്ങളിലായിരുന്നു. പഴുത്ത ചാമ്പങ്ങയിൽ നിന്നും പുഴുവിനെ പുറത്തെടുക്കുന്ന വിധിയും പച്ചമാങ്ങ വൈക്കോലിൽ പൊതിഞ്ഞ് എങ്ങനെ പഴുപ്പിക്കാമെന്നും ശൈല അവന് പറഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം വരുമ്പോ ഈന്തപ്പഴത്തിന് പകരം വയലറ്റ് പേരയ്ക്ക കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ അന്നത്തേക്ക് പിരിഞ്ഞു. അമ്മേ, വിറക് വിറക്കാൻ പോവാ. അടുത്ത ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കാപ്പി പോലും കഴിക്കാതെ റബ്ബർ തോട്ടത്തിലേക്ക് തിരക്കിട്ട് പോകുന്ന മകനെ അമ്മ നോക്കി നിന്നു. ശൈല നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ മിഷ്യൻപുരയിൽ ഇരിക്കുന്നത് പട്ടു ദൂരെ നിന്നേ കണ്ടു. പതിവ് പോലെ എന്തോ തിന്നുകൊണ്ട് കാലം ആട്ടിക്കൊണ്ടാണ് ഇരിപ്പ്. അവൾ കൈനീട്ടി. അപ്പോഴാണ് ഈന്തപ്പഴം എടുക്കാൻ മറന്ന കാര്യം അവൻ ഓർത്തത്. നെഹി. പോക്കറ്റിന്റെ വെളുത്ത ഉൾവശം രണ്ടും വലിച്ചു പുറത്തേക്കിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ശൈല പിണക്കം ഭാവിച്ച് പുറംതിരിഞ്ഞിരുന്നു. എന്റെ കൂടെ വന്ന ഞാവൽപ്പഴം പറിച്ചു തരാം. നല്ല പാകമാണ്. പിണക്കം മാറ്റാൻ പട്ടു അവളെ കുന്നിൻപുറത്തേക്ക് ക്ഷണിച്ചു. മല കയറുന്നതിനിടയിൽ അവളെ പറ്റി കൂടുതൽ അറിയാനായി. തെരുവിന്റെ പടിഞ്ഞാറേ അറ്റത്ത് പഞ്ചായത്ത് കുളത്തിനടുത്തായിട്ടുള്ള ലക്ഷം വീട് കോളനിയിലാണ് ശൈലയുടെ വീട്. ഒരു അനുജനുണ്ട്. അവൻ എപ്പോഴും ഉമ്മാന്റെ കൂടെ തന്നെ ഇരിക്കണം. വർത്തമാനം പറഞ്ഞു നടന്ന് ഞാവൽ മരത്തിന് ചുവട്ടിലെത്തിയപ്പോഴേക്കും ഇരുവരും നന്നെ ക്ഷീണിച്ചിരുന്നു. അവശത വകവയ്ക്കാതെ അവൻ മരത്തിൽ വലിഞ്ഞു കയറി. വലിയ ഉയരമില്ല, എന്നാൽ നീറുറുമ്പിന്റെ കോട്ടയാണ്. ഉറുമ്പുകടി സഹിക്കുന്നതിനപ്പുറമായിരുന്നെങ്കിലും നല്ല പഴുത്തു തുടുത്ത ഞാവൽപ്പഴങ്ങൾ കുലകുലയായി പറിച്ചെടുത്ത് അവൻ കൂട്ടുകാരിക്ക് സമ്മാനിച്ചു. അവളുടെ പിണക്കമെല്ലാം മാറി. ഓരോ കഥകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഞാവൽപ്പഴങ്ങളും കഴിച്ചുകൊണ്ട് മലഞ്ചെരുവിലൂടെ നടന്ന് നേരം പോയതറിഞ്ഞില്ല. പഴത്തിന്റെ കറ ഇരുവരുടെയും ചുണ്ടുകളെ വയലറ്റ് നിറത്തിലാക്കി. ശൈലയുടെ ഉപ്പായുടെ നീട്ടിയുള്ള വിളികേട്ടാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള നേരമായെന്ന് അവർക്ക് മനസ്സിലായത്. ശൈല തിരക്കിട്ട് മിഷൻപുരയിലേക്ക് ഓടിപ്പോയി. പട്ടു കുറച്ചു നേരം കൂടി അവിടെ എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് കുറുക്കു വഴിയിലൂടെ തനിയെ വീട്ടിലേക്ക് നടന്നു. എല്ലാ ദിവസവും രാവിലെ ശൈല എന്തെങ്കിലും പൊതിയുമായി വരും. അവളുടെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളോ പഴങ്ങളോ ആയിരിക്കും. വൈകുവോളം മലഞ്ചെരുവിലും
തോട്ടിറമ്പിലുമായി ഇരുവരും ചിത്രശലഭങ്ങളെ പോലെ കറങ്ങി നടക്കും. 3-4 ദിവസം പോയതറിഞ്ഞില്ല. ആ തോട്ടത്തിലെ മരുന്നടി തീരുന്ന ദിവസമായി. സന്ധ്യയോടെ മമ്മൂട്ടിയും കൂട്ടരും പമ്പും മറ്റു സാമഗ്രികളും കെട്ടിപ്പൊറുക്കി തലച്ചുമടായി യാത്ര തിരിച്ചു. ശൈലയാണ് ഏറ്റവും പിന്നിൽ. അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുന്നു. നല്ല മഴക്കാറുണ്ട്. വേനൽ മഴ എപ്പോൾ വേണമെങ്കിലും വന്നു വീണേക്കാം. അകന്നു പോകുന്ന കൂട്ടുകാരിയെ നോക്കി പട്ടു വിഷണ്ണനായി മെഷീൻ പുരയിൽ നിന്നു. ശൈല ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശക്തമായി കാറ്റടിച്ചു. മഴ ആർത്തലച്ച് വന്നു വീണു. പുതുമണ്ണിന്റെ മാസ്മര ഗന്ധം അവിടെ ആകെ പരന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ശൈല പെട്ടെന്ന് നിന്നു. ഒരു നിമിഷം ആലോചിച്ചിട്ട് അവൾ തിരികെ ഓടി അവന്റെ അടുക്കൽ വന്നു. നിനച്ചിരിക്കാതെയാണ് സംഭവിച്ചത്. ഓടിയെത്തിയ ശൈല കിതച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ വെച്ചു കൊടുത്തിട്ട് അതേ വേഗത്തിൽ തിരിച്ചുപോയി. അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തനാവാൻ പട്ടുവിന് കുറച്ചു സമയം വേണ്ടി വന്നു. പിതാവിന്റെ കൂടെ നടന്നകലുന്ന ശൈല തന്നെ കൈവീശി കാണിക്കുന്നത് ഇപ്പോഴവന് കാണാം. ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? പട്ടു തന്റെ കവളിൽ തൊട്ടു നോക്കി. ഈ ചെറുക്കിന് ഇത് എന്നാ പറ്റി? പട്ടുവിന് ഊണുമില്ല ഉറക്കവുമില്ല. തുള്ളിച്ചാടി നടന്നിരുന്ന പയ്യനാണ് ഇപ്പോഴതാ വസന്ത പിടിച്ച കോഴിയെ പോലെ കൂനിക്കൂടിയിരിക്കുന്നു. സദാ നേരവും ചിന്തയിലാണ്. അമ്മ വന്ന് നെറ്റിയിലും കഴുത്തിലും കൈവച്ച് പനിയുണ്ടോന്ന് നോക്കി. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ? ഇങ്ങനെ ഇരുന്നാ ശരിയാവത്തില്ല. പട്ടു പതിയെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. കുളിച്ചുഷാറായി ഉടനെ തന്നെ സൈക്കിളും എടുത്ത് ലക്ഷം വീട് കോളനിയിലേക്ക് തിരിച്ചു. മരുന്നടിക്കാരൻ മമ്മൂട്ടിയുടെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ശൈല വരാന്തയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചെറുതാണെങ്കിലും നല്ല വൃത്തിയും ഭംഗിയുമുള്ള വീട്. മുറ്റത്ത് ഒരു പൂന്തോട്ടം. ഇറുങ്ങി കായ്ച്ചിരിക്കുന്ന ഒരു ചാമ്പമരം തെരുവിനോട് ചേർന്ന് തലതാഴ്ത്തി നിൽക്കുന്നു. അവനെ കണ്ടതും അവൾ വിടർന്ന കണ്ണുകളോടെ തന്റെ അത്ഭുതം തെല്ലും മറച്ചു വെക്കാതെ ഓടിയെടുത്തെത്തി. കൂട്ടുകാരനെ വീട്ടിൽ സ്വീകരിച്ചിരുത്തി സൽക്കരിക്കണമെന്നൊന്നും ആ പാവത്തിന് അറിയില്ലായിരുന്നു. അവർ അവിടെ തന്നെ നിന്ന് കുറെ വർത്തമാനം പറഞ്ഞു. സന്ധ്യ മയങ്ങി. മടങ്ങിപ്പോകാൻ നേരം കുറെ ചാമ്പങ്ങ പറിച്ച് ഒരു കടലാസിൽ പൊതിഞ്ഞ് അവന് കൊടുത്തു. നാളെ ഇതേ സമയം പഞ്ചായത്ത് കുളത്തിന്റെ കരയിൽ കാണാമെന്ന് വാക്കുകൊടുത്ത് ശൈല അവനെ യാത്രയാക്കി. പട്ടു എല്ലാ ദിവസവും വൈകിട്ട് പഞ്ചായത്ത് കുളത്തിൻകരയിൽ പോകും. ശൈല അവനെ കാത്തിരിപ്പുണ്ടാവും. കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൈമാറി മണിക്കൂറുകളോളം അവർ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കും. ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം ഇരുവരും കുളക്കരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ മുഖത്തിന് ചേരാത്ത താടിയും കപ്പടാമീശയും വെച്ച ഒരു തൊപ്പിക്കാരൻ അതിലെ വന്ന് ഇരുവരെയും രൂക്ഷമായി നോക്കിയിട്ട് പോയി. കോളനിയിലെ കുപ്രസിദ്ധ കേടി റൗഡി കരീമാണ് അയാളെന്ന് ശൈല പട്ടുവിന്റെ ചെവിയിൽ പറഞ്ഞു. പിന്നെ കുറച്ചു നാളത്തേക്ക് അയാളുടെ ശല്യം ഉണ്ടായില്ല. എന്നാൽ റൗഡി കരീം എല്ലാ ദിവസവും അവരുടെ സ്വകാര്യ സംഗമം രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം പട്ടു ശൈലയുമൊത്ത് വർത്തമാനം പറഞ്ഞ് പഞ്ചായത്ത് കുളത്തിന്റെ ഓരത്തുകൂടി നടന്നു വരുമ്പോൾ റൗഡിക്കാരിയും എവിടെ നിന്നോ വന്ന് സൈക്കിളിന്റെ ഹാൻഡിലിൽ പിടിച്ച് ഇരുവരെയും തടഞ്ഞു നിർത്തി. നീയാ ആധാരമെഴുത്തുകാരന്റെ മകനല്ലേ? റൗഡിക്കാരിയും ചോദിച്ചു. ചാരായത്തിന്റെ രൂക്ഷഗന്ധം ഗുമുഗുമ എന്ന് വരുന്നുണ്ട്. അതെ, പട്ടു ഭയചകിതനായി പറഞ്ഞു. നിനക്ക് ഇവളുമായി എന്താടാ ഇടപാട്? ശൈല ഉടനെ അവന്റെ കൈക്ക് പിടിച്ച് വലിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോകുവാൻ ഭാവിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? കരീം ക്രുദ്ധനായി വഴി തടഞ്ഞു നിൽക്കുകയാണ്. അയാളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ ഇരുവരെയും ഭയപ്പെടുത്തി. അത് പിന്നെ പട്ടു എന്തൊക്കെയോ പറയാൻ ഭാവിച്ചു. വാക്കുകൾ കിട്ടുന്നില്ല. അവൻ നിന്ന് പരിങ്ങി. ശൈലയുടെ ധൈര്യമെല്ലാം നേരത്തെ ചോർന്നു പോയിരുന്നു. അവൾ കരച്ചിലിന്റെ വക്കോളം എത്തി. പട്ടുവിന്റെ തോളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കാൻ അവൾ വിഫല ശ്രമം നടത്തി. റൗഡിക്കരിയും തന്റെ അരയിൽ കെട്ടിയിരുന്ന കനത്ത ബെൽറ്റിന്റെ മുകളിലൂടെ ഉന്തി നിൽക്കുന്ന കടാരയുടെ പിടിയിലൂടെ കൈയോടിച്ചു. പട്ടുവിന്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. റൗഡിക്കരിയും പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് അവന്റെ കുപ്പായത്തിന്റെ കോളറിൽ കയറി പിടിച്ചു. പട്ടുവിന് ഒഴിഞ്ഞു മാറാനായില്ല. അവൻ ഭയന്നുപോയി. അയാൾ പറഞ്ഞു, ഇനി മേലാൽ എങ്ങാനും നീ ഇവളെ കാണാൻ ഈ വഴി വന്നു എന്ന് ഞാൻ അറിഞ്ഞ കള്ളപ്പന്നി, അറിയാമല്ലോ എന്റെ സ്വഭാവം. കോളനിക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി നിന്റെ സുന്നത്ത് നടത്തി ബലമായി ഇവളെ കെട്ടിച്ചു തന്നിട്ട് ഞാൻ വിടത്തുള്ളൂ. ഇത്രയും കേട്ടതും
ശൈല വലിയ വായിലെ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. പട്ടുവിന്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. പാവം സ്തംഭിച്ചു പോയി. ഒന്നും കേൾക്കാനാവുന്നില്ല. കണ്ണിലാകെ ഇരുട്ട് കയറുന്നു. ഭൂമി ഒന്ന് കീഴ്മേൽ മറിഞ്ഞതുപോലെ അവന് തോന്നി. തീ പിടിച്ച ഒരു മരപ്പാവ് കണക്കെ അവൻ അവിടെ തന്നെ നിന്നു. റൗഡിക്കരിയും ആടി ആടി തെരുവിൽ മറയുന്നത് അവൻ കണ്ടില്ല. അതോടെ ആ 8ാം ക്ലാസ്സുകാരുടെ പ്രണയത്തിന് തിരശീല വീണു. എല്ലാവർക്കും ഈ കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ കാണാം. നന്ദി.